ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതേപോലെ തന്നെ 8ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ക്ലാസ് 8 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം നമുക്കറിയാം, ബേസിക് സയൻസ് 60 മാർക്കിൻ്റെ ചോദ്യമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓരോ സെക്ഷനിലും 20 മാർക്ക് വീതമാണ്. 40 മിനിറ്റാണ് നമ്മുടെ സമയം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ഫിസിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. Find the relation between the first word pair and complete the second pair suitably. ഇലക്ട്രിക് ചാർജ് കുളമ്പ്. ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് കുളമ്പാണ്. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ് ഫാരഡ്. ഓക്കെ, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഫാരഡ്. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഫാരഡ്. ഓക്കെ, കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡാണ്. ഓക്കെ, ഇനി അടുത്ത ചൂസ് ദ ഡെറൈവ്ഡ് യൂണിറ്റ് ഫ്രം ദ ഫോളോയിങ്. ഓക്കെ, ഇതിലേതാണ്? എൻ ആണ് കറക്റ്റ് ആൻസർ. ഡിറൈവ്ഡ് യൂണിറ്റ് ഏതാണ്? എൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തെഴുതാനാണ്. ലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, like poles attract each other. Magnetic field is experienced in all direction around a magnet. The direction of magnetic lines of force is from south pole to the north pole outside the magnet. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഓൾ ഡയറക്ഷൻ അറൗണ്ട് എ മാഗ്നറ്റ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് സ്പെറിക്കൽ മിറർ ഈസ് ഓൾവേസ് ഗീവ് ആൻ ഇറക്റ്റ് ആൻഡ് ഡെമിനിഷ്ഡ് ഇമേജ്. അതേതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഇറക്റ്റ് ആൻഡ് ഡെമിനിഷ്ഡ് ഇമേജ് നൽകുന്നത് ഏതാണ്? കോൺവെക്സ്. എന്താണ്? കോൺവെക്സ് മിറർ. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. Which type of spherical mirror always gives an erect and diminished image? ഏതാണ്? കോൺവെക്സ് മിറർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Answer any 4 questions from 5 to 9. Each carries 2 score. When certain bodies are rubbed against one another, electron transfer takes place between them. Complete the table given below on the basis of this concept. ചില വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നുണ്ട്. അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ഓൺ ദ ബേസിസ് ഓഫ് ദിസ് കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് പ്രകാരം ഇതിൻ്റെ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇപ്പം പെയർ ഓഫ് ബോഡീസ് യൂസ്ഡ് ഫോർ എബനൈറ്റ് ആൻഡ് വുഡാണ്, വൂളാണ്. എബനൈറ്റ് ആൻഡ് വൂൾ. ഇവിടെ ബോഡി ദാറ്റ് ലൂസസ് ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നത് ഏതാണ്? വൂളാണ്. ഓക്കെ, ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നത് വൂളാണ്. ബോഡി ദാറ്റ് റിസീവ്സ് നെഗറ്റീവ് ചാർജ് എബനൈറ്റ് ആണ്. എന്താണ്? എബനൈറ്റ്. ഓക്കെ, എബനൈറ്റ്. അപ്പോൾ ഇവിടെ ബോഡി ദാറ്റ് റിസീവ്ഡ് നെഗറ്റീവ് ചാർജ് എബനൈറ്റും, വൂളാണ് ബോഡി ദാറ്റ് ലൂസസ് ഇലക്ട്രോൺ. ഓക്കെ, ഇനി അടുത്തത് ഗ്ലാസ് റോഡും സിൽക്കും. ഇവിടെ ബോഡി ദാറ്റ് ലൂസസ് ഇലക്ട്രോൺ ഗ്ലാസ് റോഡാണ്. എന്താണ്? ഗ്ലാസ് റോഡാണ്. അതേപോലെ സിൽക്കിന് എന്താ ഇവിടെ? സിൽക്ക് ബോഡി ദാറ്റ് റിസീവ്സ് നെഗറ്റീവ് ചാർജ് സിൽക്കാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഡീറ്റെയിൽസ് ഓഫ് ദ ജേർണി ഓഫ് എ കാർ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആർ ഗിവൺ ആസ് ലൈൻ ഡയഗ്രാം. അനലൈസ് ദ ഇൻഫോർമേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇവിടെ എ ബി സി ഡി 4 പോയിൻറ്റ്സ് ആണുള്ളത്. ഇവിടെ ശ്രദ്ധിച്ചോളൂ. 0, 5, 10 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ 0, 5, 10 സെക്കൻഡ്, 15 സെക്കൻഡ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഫ്രം സി ടു ഡി ദ കാർ ഹാസ് യൂണിഫോം ആക്സിലറേഷൻ, നോൺ യൂണിഫോം വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി. ഓക്കെ, ഇവിടെ എന്താണ് കറക്റ്റ് ആൻസർ? യൂണിഫോം വെലോസിറ്റി. കറക്റ്റ് ആൻസർ എന്താണ്? യൂണിഫോം വെലോസിറ്റി. സി ടു ഡിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, വെലോസിറ്റി സെയിം ആണ്. അപ്പോൾ യൂണിഫോം വെലോസിറ്റി. ഇനി കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദ കാർ ഫ്രം എ ടു സി. എത്രയാണ്? എ ടു സിയിലേക്കുള്ള ആക്സിലറേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. വി മൈനസ് യു ബൈ ടി. ഓക്കെ, ഇവിടെ വി എന്ന് പറയുന്നത് എത്രയാണ്? 10 സെക്കൻഡാണ്. ഇവിടെ വി എന്ന് പറയുന്നത് 10 ആണ്. യു എന്ന് പറയുന്നത് 0 ആണ്. ടൈം എത്രയാണ്? 10 ആണ്.
ഇവിടെ 10/10 എന്ന് പറയുന്നത് 1 മീറ്റർ. അപ്പോൾ എത്രയാണ്? 1 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ. 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി അടുത്ത് നോക്കാം. പ്രൊഡക്ഷൻ ഓഫ് sound in a manner unhealthy to human being is a noise pollution. Let us reduce noise pollution. Prepare a poster to spread the awareness in the society about the idea. അപ്പോൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ്. ഇനി അടുത്തത് കോപ്പി ദ റേ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ഈസ് ഷോയിങ് ദ ഇമേജ് ഫോർമേഷൻ. റൈറ്റ് ഡൗൺ 2 പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇമേജ്. അപ്പോൾ ഇമേജ് ഇതേപോലെ ഇരിക്കും. ഇനി 2 പ്രോപ്പർട്ടീസ് എഴുതാനാണ്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? റിയൽ ആണ്. പിന്നെ എന്തെഴുതാം? റിയൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെ എഴുതാം? റിയൽ എഴുതാം. പിന്നെ ഇൻവേർട്ടഡ് എഴുതാം. ഓക്കെ, ഇൻവേർട്ടഡ്, റിയൽ, ഇൻവേർട്ടഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സൗണ്ട്സ് വിത്ത് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ 20,000 ഹെർട്സ് ആർ കോൾഡ് അൾട്രാസോണിക്. റൈറ്റ് ഡൗൺ 2 യൂസസ് ഓഫ് അൾട്രാസോണിക് സൗണ്ട്. അൾട്രാസോണിക് സൗണ്ടിൻ്റെ 2 യൂസസ് എഴുതാനാണ്. എന്തൊക്കെയാണ് അൾട്രാസൗണ്ടിൻ്റെ യൂസസ്? ടു ക്രഷ് ദ കിഡ്നി സ്റ്റോൺസ്. കിഡ്നി സ്റ്റോൺസ് ക്രഷ് ചെയ്യാൻ ഉപയോഗിക്കും. അതേപോലെ തന്നെ യൂസ്ഡ് ഇൻ സോണാർ, അതായത് ഇൻസ്ട്രുമെൻറ്റ് സോണാർ. സോണാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്ത് ഓഫ് ദ ഓഷ്യൻ കണ്ടുപിടിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് സോണാർ. അതിൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്തെഴുതാം? യൂസ്ഡ് ഇൻ സോണാർ, യൂസ്ഡ് ടു ക്രഷ് ദ കിഡ്നി സ്റ്റോൺസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിറേഴ്സ് ആർ ഗിവൺ. ക്ലാസിഫൈ ആൻഡ് ടാബ്ലേറ്റ് ദം. ഇവിടെ നോക്കൂ. ആസ് റെയർ വ്യൂ മിറർ. റെയർ വ്യൂ മിറർ ഏതാണ്? റെയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, റെയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. ഓക്കെ, കോൺവെക്സ് ആണ് റെയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്. ഹെഡ് മിറർ യൂസ്ഡ് ബൈ ഡോക്ടേഴ്സ് കോൺകേവ് ആണ്. എന്താണ്? കോൺകേവ് ആണ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഹെഡ് മിററായിട്ട് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ് മിററായിട്ട് ഉപയോഗിക്കുന്ന കോൺകേവ് ആണ്. ഇനി എന്താണ്? റിഫ്ലക്റ്റ് ഇൻ സോളാർ കോൺസെൻട്രേറ്റർ, അതും എന്താണ്? കോൺകേവ് ലെൻസ് ആണ്. ആസ് എ റിഫ്ലക്റ്റർ ഓഫ് സ്ട്രീറ്റ് ലാംപ്സ്, അതെന്താണ്? കോൺവെക്സ് ആണ്. റിഫ്ലക്റ്റർ ഓഫ് സ്ട്രീറ്റ് ലാംപ്സിൽ ഉപയോഗിക്കുന്ന റിഫ്ലക്റ്റർ കോൺവെക്സ് ആണ്. ഇത് 2 കോൺവെക്സ് ആണ്. ഒന്ന് റെയർ വ്യൂ മിററായിട്ടും ഒന്ന് റിഫ്ലക്റ്റർ ഇൻ സ്ട്രീറ്റ് ലാമ്പായിട്ടും. ഇനി അടുത്തത് ഫോർ വ്യൂവിങ് അവർ ഫേസ് നോർമൽ. നമ്മുടെ ഫേസ് കാണാനും പ്ലെയിൻ മിററാണ് ഉപയോഗിക്കുക. എന്താണ്? പ്ലെയിൻ മിറർ. ഇൻ ഫിലിം പ്രൊജക്ടേഴ്സ് ആസ് റിഫ്ലക്റ്റർ. ഫിലിം പ്രൊജക്ടർ റിഫ്ലക്റ്ററായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? കോൺകേവ് മിററാണ്. കോൺകേവ് മിററാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Analyze the given situation first and second and answer the following question. A coconut is falling from a coconut tree. A rolling ball comes to rest after moving some distance. Which of these an example of motion under non-contact force? അപ്പോൾ ഇതിൽ ഏതാണ് ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത ഫോഴ്സ്? ഏതാണ്? സിറ്റുവേഷൻ എ ആണ്. ഓക്കെ, സിറ്റുവേഷൻ എ ആണ് ഇവിടെ കോണ്ടാക്റ്റ്, നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് സിറ്റുവേഷൻ ദ ബോഡി ഹാസ് റിട്ടാർഡേഷൻ? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ റിട്ടാർഡേഷൻ ഹിയർ? ഇൻ വിച്ച് സിറ്റുവേഷൻ ദ ബോഡി ഹാസ് റിട്ടാർഡേഷൻ? ഏത് സിറ്റുവേഷനിലാണ് ഇവിടെ റിട്ടാർഡേഷൻ വരിക? സിറ്റുവേഷൻ 2ലാണ് വരിക. എന്തുകൊണ്ടാണ്? ഈ ബോൾ ഇങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് റെസ്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ എന്താണ്? അവിടെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. വെലോസിറ്റി ഡിക്രീസസ്. ഇനി അടുത്ത് റൈറ്റ് ഡൗൺ അനദർ എക്സാമ്പിൾ ഫോർ നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ്. നോൺ കോണ്ടാക്റ്റ് ഫോഴ്സിന് വേറൊരു എക്സാമ്പിൾ എഴുതാൻ. ദ എർത്ത് റിവോൾവിങ് അറൗണ്ട് ദ സൺ. നമുക്ക് എന്ത് എഴുതാം? ദ എർത്ത് റിവോൾവിങ് അറൗണ്ട് ദ സൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ചോദ്യം. The lighting conductors are fixed to protect tall building from the danger lighting. Pointed edges are used in lighting conductors. What is the scientific principle behind it? അപ്പോൾ പോയിൻറ്റഡ് എഡ്ജ്, അതായത് കൂർത്ത എഡ്ജാണ് ഈ ലൈറ്റിംഗ് കണ്ടക്ടേഴ്സിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? ഓക്കെ,
The density of charge is more at pointed edge of the substance. ഓക്കെ, ഇതിൻ്റെ തീവ്രത ഡെൻസിറ്റി കൂടുതൽ എന്തായിരിക്കും? പോയിൻറ്റഡ് എഡ്ജിലായിരിക്കും. അപ്പോൾ എന്ത് എഴുതാം? ദ ഡെൻസിറ്റി ഓഫ് ചാർജ് ഈസ് മോർ അറ്റ് പോയിൻറ്റഡ് എഡ്ജ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ എനി അതർ ടു പ്രീക്വേഷൻസ് ടു പ്രൊട്ടക്റ്റ് അവർ സെൽസ് വെൻ ദർ ഈസ് എ ലൈറ്റ്നിങ്. ഒരു ലൈറ്റ്നിങ് ഉണ്ടാകുമ്പോൾ നമ്മളെ തന്നെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും? ഡു നോട്ട് ഓപ്പറേറ്റ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. ഡു നോട്ട് ഓപ്പറേറ്റ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. നമ്മൾ ഒരിക്കലും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ആ സമയം ഉപയോഗിക്കരുത്. ഡു നോട്ട് സ്റ്റാൻഡ് ബെനത്ത് ടോൾ ട്രീസ്. ഉയരമുള്ള ട്രീസിൻ്റെ അടിയിലൊന്നും നിൽക്കരുത്. ഡു നോട്ട് സ്റ്റാൻഡ് ഹോൾഡിങ് വിൻഡോ ബാർസ് ഓർ ഗ്രിൽസ്. വിൻഡോയുടെ അരികിലൊന്നും നിൽക്കരുത്. ഇത്രയും കാര്യങ്ങൾ 2 പോയിൻറ്റ് എഴുതുക. ഇനി അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ്. അറ്റ്മോസ്ഫെറിക് പ്രഷർ. അറ്റ്മോസ്ഫെറിക് പ്രഷർ നമുക്കറിയാം ബാറാണ്. എന്താണ്? ബാരോമീറ്റർ. ഓക്കെ, ഇനി സ്പീഡ് എന്താണ്? സ്പീഡ് മീറ്റർ പെർ സെക്കൻഡ്, സ്പീഡോമീറ്റർ. ഓക്കെ, ലൗഡ്നെസ് ഏതാണ്? ഡെസിബൽ മീറ്റർ. ഇനി നമുക്ക് കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ അടക്കം ഡിസ്കസ് ചെയ്യാം. 20 മാർക്കിനാണ് ചോദ്യം. നമുക്ക് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സോളിഡ് ചേഞ്ചസ് ഡയറക്ട്ലി ഇൻ ടു ഗ്യാസ് വിത്തൗട്ട് മെൽറ്റിംഗ് ഇൻ ടു ലിക്വിഡ് ഓൺ ഹീറ്റിംഗ്. ചൂടാവുമ്പോൾ ഡയറക്റ്റായിട്ട് ഗ്യാസ് രൂപത്തിലാകുന്നത് ഏതാണ്? ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കോമൺ സാൾട്ട്, ഷുഗർ, വാക്സ്, കാംഫർ. അപ്പോൾ ഇതിൽ കാംഫർ അഥവാ കർപ്പൂരമാണ് നമ്മൾ ചൂടാക്കുമ്പോൾ എന്താണ്? ലിക്വിഡ് ആവാണ്ട് നേരിട്ട് ഗ്യാസ് ആവുന്നത്, അതാണ് കാംഫർ. ഇനി അടുത്ത ഫില്ലപ്പ് സ്യൂട്ടബിളി. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ മോണോമറാണ്. അതേസമയം സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ പോളിമറാണ്. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിമർ. ഓക്കെ, ഇനി അടുത്തത് കംപ്ലീറ്റ് ദ ഗിവൺ കെമിക്കൽ ഇക്വേഷൻ. Mg+H2O MgO. കൂടെ എന്തും ഉണ്ടാകുന്നുണ്ട്? ഹൈഡ്രജൻ. ഓക്കെ, H2ഉം ഉണ്ടാകുന്നുണ്ട്. ഇനി അടുത്തത് ഡാഷ് ഈസ് ആൻ ഇലാസ്റ്റിക് പോളിമർ. ഇതിലേതാണ് ഇലാസ്റ്റിക് പോളിമർ? പ്രോട്ടീൻ, സിൽക്ക്, റബ്ബർ, ജൂട്ട്. അപ്പോൾ ഇത് ഇലാസ്റ്റിക് പോളിമർ ഏതാണ്? റബ്ബറാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഓക്സിജൻ ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് സൾഫ്യൂരിക് ആസിഡ് H2SO4? ഡിറ്റർമിൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് 5NH3. അപ്പോൾ എത്രയാണ് ഓക്സിജൻ ആറ്റം? ഇവിടെ എത്രയാണുള്ളത്? H2SO4 ഓക്സിജൻ ആറ്റം എത്രയാണുള്ളത്? ഓക്സിജൻ ആറ്റം ഇവിടെ 4 എണ്ണമാണ് ഉള്ളത്. ഓക്സിജൻ ആറ്റം 4 എണ്ണമാണ്. ഇനി അടുത്തത് 5NH3 എത്ര ആറ്റംസ് ഉണ്ടെന്ന്? എത്രയുണ്ട്? 20 ആണ് ഉള്ളത്. അതെങ്ങനെ കണ്ടു? 5NH3 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറയുമ്പോൾ 5N, ഇവിടെ NH3 ആണ്. അപ്പം 3 × 5 എന്ന് പറയുമ്പോൾ 15. 5ഉം 15ഉം കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര കിട്ടി? 20 കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 20 ആണ്. ഇനി അടുത്തത് റൈറ്റ് ദ നെയിം ഓഫ് ദ പ്രോസസ് ബൈ വിച്ച് കോപ്പർ ഈസ് കോട്ടഡ് ഓൺ അയേൺ റിങ്. അപ്പോൾ അയേണിൽ കോപ്പർ പൂശുന്നതിന് നമ്മൾ എന്താ പറയുക? ഇലക്ട്രോ പ്ലേറ്റിംഗ്. എന്താ പറയുക? ഇലക്ട്രോ പ്ലേറ്റിംഗ്. നമ്മൾ പറയുക ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ദിസ് പ്രോസസ് ഈസ് ആൻ ഇലക്ട്രോണിക്കൽ റിയാക്ഷൻ ഗീവ് റീസൺ. ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോണിക് റിയാക്ഷൻ എന്ന് പറയുന്നത്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വൈ ഇറ്റ് ഈസ് കോൾഡ് സോ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റ് യൂസ്ഡ് എന്താണ്? ഇലക്ട്രോ പ്ലേറ്റിംഗ് ഡൺ ബൈ യൂസിങ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇലക്ട്രോ പ്ലേറ്റിംഗ് ഡൺ ബൈ യൂസിങ് ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, ഡൺ ബൈ ഇലക്ട്രിക്കൽ എനർജി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് മെറ്റൽ യൂസ്ഡ് ടു മേക്ക് ഫിലമെൻറ്റ് ഓഫ് ഇലക്ട്രിക് ബൾബ്. ഇലക്ട്രിക് ബൾബിൻ്റെ ഫിലമെൻറ്റ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ടങ്സ്റ്റൺ. എന്താണ്? ടങ്സ്റ്റൺ. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ആണ്.
വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റൽ ഈസ് യൂട്ടിലൈസ്ഡ് ഹിയർ. ഇവിടെ അതിന് എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഡക്റ്റിലിറ്റി എന്ന പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഡക്റ്റിലിറ്റി. അപ്പോൾ മെറ്റൽസിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. മാലബിലിറ്റി, ഡക്റ്റിലിറ്റി, അങ്ങനെ ഒരുപാട്. മെറ്റാലിക് ലസ്റ്റർ, സോണോറിറ്റി. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡക്റ്റിലിറ്റിയാണ്. ടങ്സ്റ്റൺ ഫോർ ഫിലമെൻറ്റ് ലാബ്. ഇനി അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഷോൺ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ. ഈ ഫോളോയിങ് സിറ്റുവേഷനിൽ വാട്ടറിൻ്റെ ഏതൊക്കെ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തതെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാം. വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ റേഡിയേറ്റർ ഓഫ് ഓട്ടോമൊബൈൽസ്. ഓട്ടോമൊബൈലിൽ അതിൻ്റെ റേഡിയേറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഏത് പ്രോപ്പർട്ടിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഏത് പ്രോപ്പർട്ടിയാണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. റേഡിയേറ്ററിൽ ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ്? അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട്. അതെന്തിലാണ്? വാട്ടറിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇനി അടുത്തത് എന്താണ്? സ്മോൾ വാട്ടർ ഡ്രോപ്സ് അസ്യൂം സ്ഫെറിക്കൽ ഷേപ്പ്. ചെറിയ വെള്ളത്തുള്ളികൾക്ക് ഒരു സ്ഫെറിക്കൽ ഷേപ്പ്, അതായത് ഗോളാകൃതി എന്തുകൊണ്ടാണ്? ഏത് പ്രോപ്പർട്ടിയാണ്? സർഫസ് ടെൻഷൻ. ഏത് പ്രോപ്പർട്ടിയാണ്? സർഫേസ് ടെൻഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ രണ്ട് പ്രോപ്പർട്ടിയാണ് ഇവിടെ പഠിച്ചത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആൻഡ് സർഫസ് ടെൻഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക് ആർ റിലേറ്റഡ് ടു സിന്തറ്റിക് ഫൈബർ. സിന്തറ്റിക് ഫൈബറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് എഴുതാനാണ് ഇവിടെ 4 പ്രോപ്പർട്ടി കൊടുത്ത്. ക്യാൻ ബി ഡ്രൈഡ് ഈസിലി ഓൺ ഗെറ്റിംഗ് വെറ്റ്, ഹൈ എയറേഷൻ, ലോ ഡ്യൂറബിലിറ്റി, റിങ്കിൾ ഫ്രീ. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടി ഏതാണ്? സിന്തറ്റിക് ഫൈബറിൻ്റെ പ്രോപ്പർട്ടി ഇതിൽ ശരിയായത് 2 എണ്ണമാണ്. ഏതൊക്കെയാണ്? ക്യാൻ ബി ഡ്രൈഡ് ഓൺ ഈസിലി ഗെറ്റിംഗ് വെറ്റ്. നമുക്ക് പെട്ടെന്ന് ഉണക്കാൻ കഴിയും, അതാണ് ഒരു പ്രോപ്പർട്ടി. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്താണ്? റിങ്കിൾ ഫ്രീ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം, അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഓക്കെ, 3 ടേബിൾ തന്നിട്ടുണ്ട്. മിക്സ്ചർ എ, മിക്സ്ചർ ബി, മിക്സ്ചർ സി എന്ന് പറഞ്ഞിട്ട് 3 ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. കനോട്ട് ബി എന്ന് തന്നിട്ടുണ്ട്. ഓൺ പാസിങ് ആൻ ഇൻറ്റൻസ് ബീം ഓഫ് ലൈറ്റ് ഈസ് പാത്ത് ഈസ് വിസിബിൾ. ഇവിടെ പാർട്ടിക്കിൾസ് ക്യാൻ ബി സെപ്പറേറ്റ്ലി ബൈ ഫിൽട്രേഷൻ. മിക്സർ സിയിൽ തന്ന പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. ഓൺ പാസിങ് ആൻ ഇൻറ്റൻസ് ബീം ഓഫ് ലൈറ്റ് ഈസ് പാത്ത് ഈസ് നോട്ട് വിസിബിൾ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഗിവൺ മിക്സർ റെപ്രസെൻറ്റ്സ് എ ട്രൂ സൊല്യൂഷൻ. ഇതിൽ എ, ബി, സി കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ വായിച്ചു. ഇതിൽ ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്? അപ്പോൾ ട്രൂ സൊല്യൂഷൻ ഇതാണ്. മിക്സർ സി ആണ് ട്രൂ സൊല്യൂഷൻ. ഇനി അടുത്തത്, ഇൻ വിച്ച് മിക്സർ പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ വിച്ച് കെപ്റ്റ് അൺഡിസ്റ്റർബ്ഡ് ഫോർ സം ടൈം. കുറച്ച് നേരം നമ്മൾ അനക്കാതെ ഇരുന്നാൽ സെറ്റിൽ ഡൗൺ ആകുന്ന പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ ആവുന്നത് ഏതിൻ്റെ പ്രോപ്പർട്ടിയാണ്? അത് നമുക്ക് ഇതിന് കൊടുക്കാം. ഇതെന്താണ്? സസ്പെൻഷനാണ്. ഇത് സസ്പെൻഷൻ്റെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് കുറച്ച് നേരം നിന്നാൽ അതിൻ്റെ പാർട്ടിക്കിൾസൊക്കെ സെറ്റിൽ ഡൗൺ ആവും. ഇനി അടുത്ത, ടു വിച്ച് ഓഫ് ദീസ് മിക്സ്ചർ ഡസ് മിൽക്ക് ബിലോങ്. ഇതിൽ മിൽക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കൊളോയിഡാണെന്ന്. അപ്പോൾ മിൽക്ക് എന്ന് പറഞ്ഞതിൻ്റെ ഒരു കൊളോയിഡാണ്. അപ്പോൾ നമുക്ക് മിൽക്ക് എന്ന് പറയുന്നത് ഒരു കൊളോയിഡാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 സാമ്പിൾ ഓഫ് വാട്ടർ ഗിവൺ. വെള്ളത്തിൻ്റെ 2 സാമ്പിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. സാമ്പിൾ 1 സോപ്പ് വാട്ടർ ഗീവ്സ് ലാദർ ഈസിലി. രണ്ടാമത്തേൽ സോപ്പ് ഡസ് നോട്ട് ഗീവ് ലാദർ ഈസിലി. ഒന്നാമത്തേൽ പെട്ടെന്ന് സോപ്പ് ലയിക്കുന്നു, രണ്ടാമത്തേൽ അങ്ങനെ സോപ്പ് ലയിക്കുന്നില്ല. വാട്ട് സാമ്പിൾ റെപ്രസെൻറ്റ്സ് ഹാർഡ് വാട്ടർ. ഇതിൽ ഹാർഡ് വാട്ടർ ഏതാണ്? സിമ്പിൾ. സാമ്പിൾ 2 ആണ് ഹാർഡ് വാട്ടർ. കാരണം പെട്ടെന്ന് ലയിക്കാത്തത്, പെട്ടെന്ന് പതയാത്തത് ആണ് ഹാർഡ് വാട്ടർ. ഓക്കെ, അപ്പോൾ സാമ്പിൾ 2. ഇനി വിച്ച് അമംഗ് ദ ഫോളോയിങ് സാൾട്ട് കോസസ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ഹാർഡ്നെസ് ഓഫ് വാട്ടറിന് കാരണമായത് ഇതിലേതാണ്? മഗ്നീഷ്യം ക്ലോറൈഡ് ആണ്. എന്താണ്? മഗ്നീഷ്യം ക്ലോറൈഡ്. ഇതിലേതാണെന്ന് ചോദിച്ചാൽ ഇതിൽ മഗ്നീഷ്യം ക്ലോറൈഡ് ആണ് ഹാർഡ്നെസ്സിന് കാരണമായത്. ഇനി വിച്ച് ടൈപ്പ് ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ
ബോയിലിംഗ്. തിളപ്പിച്ചാൽ ഹാർഡ്നെസ് മാറും. അത് ഏത് തരം ഹാർഡ്നെസ്സാണ് മാറാമെന്നാണ്. ഏതാണ്? ടെമ്പററി ഹാർഡ്നെസ്. എന്താണ്? ടെമ്പററി ഹാർഡ്നെസ്സാണ് ബോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറുന്നത്. എന്താണ്? ടെമ്പററി ഹാർഡ്നെസ്സാണ്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Thermoplastics and thermosetting plastics are two types of plastic. പ്ലാസ്റ്റിക്കിൻ്റെ 2 ടൈപ്പാണ്, തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിങ്സും. ഹൗ ഡു ദേ ഡിഫർ? അത് തമ്മിൽ വ്യത്യാസം എന്താണ്? ചൂസ് ദ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ നിന്ന് ഏതെങ്കിലും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് കണ്ടെത്താം. ബാക്ക്ലൈറ്റ് ആണ് ഇതിലെ ആൻസർ, ബാക്ക്ലൈറ്റ് ആണ്. ഇനി തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ്സ് പ്ലാസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫിസിക്കൽ ചേഞ്ച് ഓൺ ഹീറ്റിംഗ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ചേഞ്ച് ഓൺ ഹീറ്റിംഗ്, ചൂടാക്കുമ്പോൾ ഫിസിക്കൽ ചേഞ്ച് വരുന്നു. എന്നാൽ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിൽ എന്താണ്? കെമിക്കൽ ചേഞ്ചസ് അലോങ് വിത്ത് ഫിസിക്കൽ ചേഞ്ച് ഓൺ ഹീറ്റിംഗ്. ഹീറ്റ് ചെയ്യുമ്പോൾ കെമിക്കൽ ചേഞ്ചും അതേപോലെ തന്നെ ഫിസിക്കൽ ചേഞ്ച്, 2 ചേഞ്ചും വരുന്നുണ്ട്. ഇതിലാണെച്ചാൽ ഫിസിക്കൽ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അതാണ് ഒരു വ്യത്യാസം. ഓക്കെ, വേറൊരു വ്യത്യാസം നമുക്ക് പറയാനുള്ളത് പ്ലാസ്റ്റിക് ക്യാൻ ബി സോഫൻഡ് ഓൺ ഹീറ്റിംഗ് ആൻഡ് ഹാർഡൻഡ് ഓൺ കൂളിംഗ്. അതായത് ഹീറ്റ് ചെയ്യുമ്പം ഇതെന്താവും? ഈ തെർമോ പ്ലാസ്റ്റിക് പെട്ടെന്ന് സോഫ്റ്റ് ആവും. അതേപോലെ തന്നെ ഹാർഡൻഡ് ഓൺ കൂളിംഗ്, കൂളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാർഡനും ആവും. എന്നാൽ ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് വെൻ ഹീറ്റഡ് ഡ്യൂറിങ് ഇറ്റ്സ് മാനുഫാക്ചർ സമയത്ത് അതെന്തായിരിക്കും? സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ ഗെറ്റ്സ് ഹാർഡൻഡ് പെർമനൻ്റ്ലി ഓൺ കൂളിംഗ്. കൂൾ ചെയ്താൽ അത് പെർമനൻ്റ് ആയിട്ട് ഹാർഡൻ പൊസിഷൻ തന്നെ ആയിരിക്കും, അത് ഹാർഡൻ ആയിരിക്കും. അതൊരിക്കലും പിന്നെ നമുക്ക് ചൂടാക്കിയാൽ അതൊരു സോഫ്റ്റ് പൊസിഷനിലേക്ക് വരില്ല. അതാണ് ഈ 2 തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്തത് വാട്ടർ പൊല്യൂഷൻ ഇൻ ബേണിംഗ് ഇഷ്യൂ നൗ ഡേയ്സ്. വാട്ടർ പൊല്യൂഷന് ഇപ്പം ഭയങ്കര ഒരു പ്രശ്നമാണ്. ഓക്കെ, ഹൗ ഡു യു അക്വാട്ടിക് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഗെറ്റ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ? എങ്ങനെയാണ് ഈ ജലത്തിലുള്ള ജീവികൾക്കൊക്കെ ഓക്സിജൻ കിട്ടുന്നത്? എങ്ങനെയാണ്? ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. വെള്ളത്തിലുള്ള ഓക്സിജനിൽ നിന്നാണ് അവർക്ക് ശ്വസിക്കാനുള്ള ഒരു ഓക്സിജൻ കിട്ടുന്നത്. അപ്പോൾ ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ദ വേസ്റ്റ് ഡംപ്ഡ് ഇൻ ടു ദ റിവേഴ്സ് ആൻഡ് പോണ്ട്സ് റിസൾട്ട് ഇൻ ദ ഡിസ്ട്രക്ഷൻ ഓഫ് അക്വാട്ടിക് ലൈഫ്. എക്സ്പ്ലെയിൻ. എങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് റിവേഴ്സിലും പോൺസിലും ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഈ അക്വാട്ടിക് ലൈഫിനെ ബാധിക്കുന്നതെന്ന്? അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു എന്താണ്? ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ആ ഒരു ഓക്സിജനാണ് ഈ ജലജീവികൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വേസ്റ്റ് കൊണ്ടിട്ടാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡീക്കേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്ന ഈ ഓക്സിജൻ ആയിരിക്കും ഉപയോഗിക്കുക. വേസ്റ്റ് കൊണ്ടിടുമ്പോൾ ആ വേസ്റ്റ് ഡീകമ്പോസ്ഡ് ആവാൻ, ഡീക്കേ ആവാൻ യൂസിങ് ദ ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ ദം. അപ്പോൾ അത് അവിടെ എന്താ സംഭവിക്കുക? ദിസ് ഡിപ്ലീറ്റ്സ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ആൻഡ് റിസൾട്ട് ഇൻ ദ ഡിസ്ട്രക്ഷൻ ഓഫ് അക്വാട്ടിക് ലൈഫ്. അപ്പോൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിലുള്ള ഓക്സിജൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ജീവിക്കുന്ന ജീവികൾക്ക്, അക്വാട്ടിക് പ്ലാന്റ്സിനും ആനിമൽസിനും എന്തുണ്ടാവില്ല? ഓക്സിജൻ ഉണ്ടാവില്ല. അത് അവരുടെ നാശത്തിന് കാരണമാകുന്നു. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ദ വേസ്റ്റ് ഡംപ്ഡ് ഇൻ ടു റിവേഴ്സ് ആൻഡ് പോണ്ട്സ് ഡീക്കേ യൂസിങ് ദ ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ ദം. ദിസ് ഡിപ്ലീറ്റ്സ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ആൻഡ് റിസൾട്ട് ഇൻ ദ ഡിസ്ട്രക്ഷൻ ഓഫ് അക്വാട്ടിക് ലൈഫ്. ഇനി റൈറ്റ് എനി ആക്ടിവിറ്റീസ് ദാറ്റ് കോസസ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്? എക്സസീവ് യൂസ് ഓഫ് ഡിറ്റർജൻറ്റ് നമുക്ക് എഴുതാം. പിന്നെ വാഷിംഗ് വെഹിക്കിൾസ് ഇൻ റിവേഴ്സ് 2 പോയിൻ്റ് എഴുതിയാൽ മതി. എന്തൊക്കെ എഴുതാം? വാഷിംഗ് വെഹിക്കിൾസ് ഇൻ റിവേഴ്സ്, എക്സസീവ് യൂസ് ഓഫ് ഡിറ്റർജൻറ്റ്സ്, അല്ലെങ്കിൽ ബാത്തിങ് ആൻഡ് വാഷിംഗ് ഓഫ് ക്ലോത്ത്സ് ഇൻ വാട്ടർ ബോഡീസ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ 2 പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയും വളരെ സിമ്പിളായിട്ട് നമ്മൾ സോൾവ് ചെയ്തു. ഇനി നമുക്ക് ബയോളജി നോക്കാം. ബയോളജി നോക്കൂ. ചൂസ് ദ സെൽ ഓർഗാനിക് വിച്ച് ഈസ് സീൻ പ്ലെൻറ്റി ഇൻ ഗ്ലാൻഡുലർ സെൽസ്. ഗ്ലാൻഡുലർ സെൽസിൽ കാണുന്നത് എന്താണ്? ഗോൾഗി കോംപ്ലക്സ് ആണ്. ഓക്കെ, ഗോൾജി കോംപ്ലക്സ് ആണ് ഇതിൽ കാണുന്നത്. ഇനി അടുത്തത് ഐഡൻറ്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫിൽ ദ ബ്ലാങ്ക്. ഓക്സിജൻ ഈസ്ട്രജൻ ആണ്. അപ്പോൾ ടെസ്റ്റിസിൽ എന്തായിരിക്കും? ടെസ്റ്റോസ്റ്റിറോൺ. എന്താണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ് നമ്മൾ രണ്ടാമതായിട്ട് എഴുതേണ്ടത്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. ഇവിടെ നീലഗിരി, താര, ലാൻഡൈഡ്, മെക്കാഗ്, ഡോഡോ, മലബാർ, സിവറ്റ്, കാറ്റ്. അപ്പോൾ ഇതിൽ ഡോഡോ ആണ് ഓഡ്മൻ. വേറൊക്കെ എന്താണ്? വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൃഗങ്ങളാണ്. ഓക്കെ, ഓർഗാനിസം വേർജ് ഓഫ് എക്സ്റ്റിങ്ഷൻ. ഓക്കെ, ഇനി അടുത്ത് ചൂസ് ദ കറക്റ്റ് പെയേഴ്സ്. ഇതിൽ കറക്റ്റ് പെയർ മാത്രം തിരഞ്ഞെടുക്കാനാണ്. കമ്മ്യൂണിറ്റി റിസർവ് പേപ്പാറ തെറ്റാണ്. നാഷണൽ പാർക്ക് സൈലൻറ്റ് വാലി അത് ശരിയാണ്. നാഷണൽ പാർക്ക് സൈലൻറ്റ് വാലി ശരിയാണ്. ഇനി ബയോസ്ഫിയർ റിസർവ് വയനാട് തെറ്റാണ്. അതേപോലെ വൈൽഡ് ലൈഫ് സാങ്ച്വറി പെരിയാർ അത് ശരിയാണ്. ഇനി അടുത്തത് കറക്റ്റ് ദ മിസ്റ്റേക്ക് ഇഫ് എനി അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് the given sentences. Zoological garden are the example of in situ conservation. അപ്പോൾ ഇത് കറക്റ്റ് അല്ല, എക്സ് സിറ്റു കൺസർവേഷൻ ആണ്. സുവോളജിക്കൽ ഗാർഡൻസ് ആർ ദ example of ex situ conservation. ഇനി അടുത്ത കമ്മ്യൂണിറ്റി റിസർവ്സ് ആർ ഏരിയാസ് പ്രൊട്ടക്റ്റഡ് വിത്ത് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് പബ്ലിക് അത് ശരിയാണ്. ഇനി ബയോളജിക്കൽ റിസർവ്സ് ആർ ഡിസൈൻഡ് ടു പ്രൊട്ടക്റ്റ് വൈൽഡ് ലൈഫ് അലോങ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ്, നാച്ചുറൽ റിസോഴ്സസ് എക്സെട്ര ഓഫ് എൻ ഏരിയ. അപ്പോൾ ബയോളജിക്കൽ റിസർവ് അല്ല, അത് നാഷണൽ പാർക്കാണ്. ഇനി അടുത്ത ആറാമത്തെ ചോദ്യം, അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ദ സയൻറ്റിഫിക് നെയിം ഓഫ് എ ഡോഗ് കാനിയ ഫെമിലാരിയ. ഹൗ ഈസ് ദിസ് മെത്തേഡ് ഓഫ് ഗിവിങ് സയൻറ്റിഫിക് നെയിംസ് ടു ഓർഗാനിസം നോൺ? ഈ ഒരു മെത്തേഡ് ഇതിന് എന്താ പറയുക? ഈ പേര് കൊടുക്കുന്ന ശാസ്ത്രീയ നാമം കൊടുക്കുന്നതിന് ബൈനോമിയൽ നോമൻ കൾച്ചർ എന്നാണ് പറയുക. ഓക്കെ, എന്താണ് പറയുക? ബൈനോമിയൽ നോമൻ ക്ലേച്ചർ ഇതാണ് പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ വേർഡ്സ് കാനിസ് ആൻഡ് ഫെമിലിയാരിസ് ഇൻ ദ സയൻറ്റിഫിക്? ഇവിടെ കാനിസ് എന്നും കൊടുത്തിട്ടുണ്ട്, ഫെമിലിയാരിസും കൊടുത്തു. ഇത് രണ്ടും എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന്. അവിടെ കാനിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീനസ് ആണ്. കാനിസ് എന്ന് പറഞ്ഞാൽ ജീനസ് ആണ്. എന്താണ്? ജീനസ് ആണ്. അതേപോലെ തന്നെ ഫെമിലിയാരിസ് എന്ന് പറഞ്ഞാൽ സ്പീഷ്യസ് ആണ്. ഓക്കെ, സ്പീഷ്യസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Analyze the news report and answer the question. The Ministry of Health has launched a project to supply iron tablets to 13 crores of students coming under the age of 10 to 19. This project launched to cure which diseases? ഇത് ഏത് ഡിസീസാണ്? അനീമിയ. എന്താണ്? അനീമിയ. അനീമിയൻ്റെ സ്പെല്ലിംഗ് എന്താ? ANEMIA. ഓക്കെ, ഇനി അത് വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫുഡ് ഹാബിറ്റ്സ് ടു ഓവർകം ദിസ് സിറ്റുവേഷൻ? അപ്പോൾ അനീമിയ വരുന്നത് എന്തുകൊണ്ടാണ്? ഡെഫിഷ്യൻസി ഓഫ് അയൺ ആണ്. അനീമിയ ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് അയൺ ആണ്. അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അനീമിയ ക്യാൻ ബി ക്യൂർഡ് ബൈ ഈറ്റിംഗ് അയൺ റിച്ച് ഫുഡ്. അപ്പോൾ അയൺ റിച്ച് ഫുഡ് നമ്മൾ കഴിച്ചാൽ എന്താവും? നമ്മുടെ അനീമിയ ഒക്കെ പോകും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Observe the figure and answer the question. Identify the parts labeled X and Y. Write the function of X. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ എക്സ് എന്താണെന്ന് എഴുതാം. ഇതിൽ എക്സ് എന്താണ്? എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ് ഡിഫർനസ്. എന്താണ്? വാസ് ഡിഫർനസ്. ആൻഡ് വൈ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. വൈ എന്ന് പറയുന്നത് എന്താണ്? ടെസ്റ്റിസ് ആണ്. പിന്നെ ഫങ്ഷൻ ഓഫ് എക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? വാസ് ഡിഫറൻറ്റിൻ്റെ ഫങ്ഷൻ എന്താണ്? ക്യാരീസ് ദ സ്പേംസ് ദാറ്റ് ആർ ഫോംഡ് ഇൻ ദ ടെസ്റ്റ് ടു ദ യൂറീറ്റർ. എന്താണ്? ക്യാരീസ് ദ സ്പേംസ് ദാറ്റ് ആർ ഫോംഡ് ഇൻ ദ ടെസ്റ്റ് ടു ദ യൂറീറ്റർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Analyze the statement given below and give reason for each. One of the most important ecological hotspots in India is Western Ghats. Sacred groves are to be protected and maintained. വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആർ റിച്ച് ഇൻ എൻഡമിക് സ്പെഷീസ് ദാറ്റ് ഫേസ് ദ ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. വംശനാശം സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് വെസ്റ്റേൺ ഗാർഡ്സിലുള്ളത്. റിച്ച് ഇൻ എൻഡമിക് സ്പെഷീസ് ദാറ്റ് ഫേസ് ദ ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. സാക്രഡ് ഗ്രോവ്സ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് മെയിൻറ്റൈൻഡ്. ഈ സാക്രഡ് ഗ്രോവ്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്?
അവിടെ സ്മോൾ ഡൈവേഴ്സിറ്റി ഏരിയ സിറ്റുവേറ്റഡ് ഇൻ പ്ലേസ് വെർ ഹ്യൂമൻ ഇൻഹാബിറ്റ് ദേ ഹാവ് എ റോൾ ഇൻ ദ കൺസർവേഷൻ ഓഫ് വാട്ടർ ഇൻ ദ ഏരിയ ഓൾസോ. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ ആണ്. എ ബി സി തന്നിട്ടുണ്ട്. ഇവിടെ പ്രഡേഷൻ തന്നിട്ടുണ്ട്. എയും ബിയും എന്താണ്? എ കമൻസലിസം ആണ്, ബി മ്യൂച്വലിസം ആണ്. എ എന്താണ്? കമൻസലിസം, ബി മ്യൂച്വലിസം. ഇവിടെ എയുടെ ഒരു ഫംഗ്ഷൻ എന്താണ്? ബെനിഫിഷ്യൽ ടു വൺ ആൻഡ് ഇറ്റ്സ് നൈദർ ബെനിഫിഷ്യൽ നോർ ഹാംഫുൾ ടു ദ അതർ. വലിയ മറ്റുള്ളവരിന് അപ്പുറത്തുള്ള ജീവിക്ക് വലിയ ദോഷമൊന്നും വരുത്തുന്നില്ല. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം? മാംഗോ ട്രീ ആൻഡ് വേണ്ട പറയാം. ബി എന്ന് പറയുന്നത് ഏതാണ്? മ്യൂച്വലിസം ആണ്. ബെനിഫിഷ്യൽ ടു ദ ബോത്ത് ഓർഗാനിസം. രണ്ട് ഓർഗാനിസത്തിനും ബെനിഫിഷ്യലാണ്. അതിന് ഇവിടെ എക്സാമ്പിളായിട്ട് ഫ്ലവർ ആൻഡ് ബട്ടർഫ്ലൈ ആണ് കൊടുത്തത്. ഇനി അടുത്തത് പ്രഡേഷൻ ആണ്. അതിന് നമുക്ക് എന്ത് പറയാം? ബെനഫിഷ്യൽ ടു വൺ, ഹാംഫുൾ ടു ദ അതർ. ഒന്നിന് ബെനഫിഷ്യലും ആണ്, ഹാംഫുൾ ടു ദ അതർ. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് സ്നേക്ക് ആൻഡ് ഫ്രോഗിനെ പറയാം. പാമ്പും തവളയും. പാമ്പ് കഴിച്ച് കഴിഞ്ഞാൽ തവള പിന്നെ ഇല്ല, അപ്പോൾ ഹാംഫുൾ ടു ദ അതർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ദ പാർട്ട് വിച്ച് ട്രാൻസ്ഫോർഡ് എൻഡോസ്പെർം ആഫ്റ്റർ ഫ്യൂസിങ് വിത്ത് ദ മെയിൽ ഗാമറ്റ്. അത് എന്താ പറയുക? പോളൻ ട്യൂബ് എന്നാണ് പറയുക. എന്താണ്? പോളൻ ട്യൂബ്. എന്താണ്? പോളൻ ട്യൂബ്. അപ്പോൾ ഫസ്റ്റ് വണ്ണ് ഇതാണ് പോളൻ ട്യൂബ്. ഓക്കെ, പോളൻ ട്യൂബ്. ദ പാർട്ട് വിച്ച് ഡെവലപ്ഡ് ഫ്രം പോളൻ ഗ്രെയിൻ ആൻഡ് ഗ്രോസ് ടുവേർഡ്സ് ഓവറി. എന്താണ് പറയുക? പോളാർ ന്യൂക്ലി. പോളാർ ന്യൂക്ലി. അതെന്താണ്? ഇതാണ് പോളാർ ന്യൂക്ലി. ഓക്കെ.